അപ്പോൾ ഇന്ന് അനിയൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയ വീട്. അതിൻ്റെ ഇപ്പുറത്ത് നീല കളറാണ് ടർപ്പായിട്ടത്. പഴയ വീടാണ്. പഴയ വീട് കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പുതിയ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറി പോണത്. ഹാളിൽ സൗബിയുടെ അച്ഛൻ, അമ്മ, ലച്ചു, ഞാനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഒരു സ്പേസ്. വിളക്ക് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ഒരു പൂജാമുറിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ റെഡിയാക്കിയിരിക്കുകയാണ്. പിന്നെ കുറേ ഈ ഡെക്കറേഷൻ ഐറ്റംസ്, ഈ ചരാത് കാര്യങ്ങളൊക്കെ അനിയൻ ഇപ്പോൾ നിന്ന് കൊടുത്തതാണ്. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ തന്നെ വിളക്ക് വയ്ക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഒന്ന് പെയിൻറ്റിങ് അതിനെ റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു കോർണർ സെറ്റ്, ഇതിനുള്ള ഡെക്കറേഷൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഷോക്കേസിലിരിക്കുന്നതും ഈ സെറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന അതിൻ്റെ മേലെ ഇരിക്കുന്ന ഇതൊക്കെ ഇപ്പോൾ കൊടുത്തയച്ചതാണ്, കൊറിയറായിട്ട് അയച്ചതാണ്. വണ്ടി മെക്കാനിക്കാണ്, കാറിൻ്റെ മെക്കാനിക്കാണ്. അതുകൊണ്ട് തന്നെ കാറുകൾ ഭയങ്കര ക്രൈസാണ്. കണ്ട കാറൊക്കെ വാങ്ങിച്ചേക്കുക, ആളെപ്പോഴും ഇങ്ങനെയുള്ള ടോയൊക്കെ മേടിച്ചേക്കുക. നിറയെ കാറുകൾ വാങ്ങി വയ്ക്കും. അപ്പോൾ അതൊക്കെ കൂടി ആദ്യം കൊടുന്നതും ഇപ്പോൾ ഒരുപാട് കൊടുത്തയച്ചതൊക്കെ ആയിട്ട് ഈ ഇരിക്കുന്ന ഡെക്കറേഷൻ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ അങ്ങനെ കൊടുത്തയച്ചത്. കാറുകളും കുറച്ച് പഴയതുണ്ട് തോന്നുന്നു, ബാക്കിയൊക്കെ ഇപ്പോൾ കൊടുത്തയച്ചതാണ് കേട്ടോ. കുറേ കാറുണ്ട്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമുക്ക് അവിടുന്ന് കൊടുത്തയച്ച ഷോക്കേസ് മൊത്തം വയ്ക്കാനുള്ള എല്ലാ ഐറ്റംസും അതിന് വരാൻ പറ്റിയില്ല. ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അപ്പോൾ കാറിൻ്റെ എണ്ണൊക്കെ എടുത്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ആരെങ്കിലും വന്നടിച്ച് മാറ്റുമെന്ന് വെച്ചിട്ട്. അച്ഛനും മാമയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ, മാസ്റ്റർ ബെഡ്റൂം. അവിടെ ആരൊക്കെ ഗിഫ്റ്റ് കൊടുന്ന ചുരൽ കസേര പ്രതിയേട്ടൻ, ഞങ്ങൾ അമ്മയുടെ മാങ്ങ കൊടുന്നാണ് കസേരയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആദ്യം. രാവിലെ നേരത്തെ കേട്ടോ, അതായത് 5:30 മണി അടുക്കളയിൽ അവിടെ ഗണപതി ഹോമത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൈനിങ് ടേബിൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ വാഷ് ബേസിൻ കേട്ടോ സെറ്റായിട്ട്, അത് നല്ല ഭംഗിയുണ്ട്. വാഷ് ബേസിനും കണ്ണാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിലുള്ള ഈ ഫ്ലവർ വൈസൊക്കെ അവനവിടുന്ന് കൊടുത്തയച്ചാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ റൂം, താഴെ 2 റൂമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ബാത്റൂമാണ്. ആദ്യക്കുട്ടിയാണ് എനിക്ക് ഇത് പുറകെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു, കാണിച്ചു തരുന്നതൊക്കെ. ഇനി അവൾ നേരെ മുകളിലേക്ക് കണ്ടു കൊണ്ടുപോയതുണ്ടോ, കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്ലവർ വൈസ് ഉണ്ട് എന്നിട്ട് അത് കാണിച്ചു തന്നു. ഇതും ഒരാൾ ഗിഫ്റ്റ് തന്നെയാണ്, അലമാര. വേറെ ആയിട്ട് അമ്മയുടെ മകൻ പ്രേമോട്ടൻ തന്നാണ്. അതുപോലെ ഈ ഫ്ലവർ വൈസൊക്കെ നമുക്ക് അനിയൻ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ സ്റ്റെയർ കയറി ഇവിടെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു ബെഡ് ഇടാനുള്ള അത്രയും സ്പേസ് ഉണ്ട്. ആരെങ്കിലും വന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ ഇവിടെയുള്ള മേലുള്ള ഒരു റൂമാണിത്. അത്യാവശ്യം നല്ല വലിയ റൂമാണ്, നല്ല വലിപ്പമുള്ള റൂമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ ബാൽക്കണിയാണ്. ബാൽക്കണി പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിക്ക് നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് ഒരു പോർച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണിയുടെ ഫ്രണ്ടിക്ക് ഭയങ്കര നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു റൂമും അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെറസ് നല്ല സ്പേസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ നടത്താൻ വേണമെങ്കിൽ സദ്യയൊക്കെ ഇവിടെ തന്നെ വിളമ്പാം, അത്രയും സ്പേസ് ഉണ്ട് മുകളിൽ. അതേപോലെ പോർച്ച് കുറച്ച് മുന്നിലേക്കുള്ളതുണ്ട്. പഴയ വീട് ഉണ്ട്, ആ ഓടിട്ടത് നമ്മളെ പഴയ വീടാണ്. അതിപ്പോൾ മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് പൊളിച്ചിട്ടില്ല. നേരെ റോഡാണ്, ഈ വീടിൻ്റെ മുന്നിൽ നേരെ റോഡാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ടെറസ് നമ്മളെ ഏട്ടൻ്റെ വീടാണ്. ഇതിലാണ് അച്ഛനും അമ്മയൊക്കെ പോയിരിക്കുന്നത്. ഇവരൊക്കെ ഈ തറവാട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ ഒരു വീട് വെച്ചത്. ഇനിയിപ്പോൾ അതിലിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വേഗം ഇതിലേക്ക് മാറിയതാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ മേലേക്ക് കയറാനുള്ള കോണി വെച്ചിട്ടുള്ളത്. അവിടെയെങ്കിലും പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ അടുക്കളയിൽ ഇതവിടെ ഗണപതി ഹോമത്തിൻ്റെ അഗ്നിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പൂജ തുടങ്ങി. പൂജാരി
അപ്പോൾ അതിൻ്റെ ഓരോ പണികളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പൂജ കഴിയുന്നതിന് മുന്നായിട്ട് തന്നെ പാല് കാച്ചലും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യും. അപ്പോൾ പാല് കാച്ചാൻ വേണ്ടി നമ്മൾ വിറകടുപ്പ് ഉള്ള അടുക്കള ഉണ്ടാക്കിയിട്ടില്ല. ഇത് സ്റ്റവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു ഇതിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇനി വേറെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് എടുക്കുക വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് അടുപ്പ് അവിടെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് പാല് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് പാലൊക്കെ അടുപ്പത്തിച്ച് പാല് കാച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ആ ഒരു പൂജിക്കുന്ന ഒരു വിളക്കൊക്കെ തന്നു. അതുകൊണ്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കലും ഗണപതി ഹോമം കൂടെ ആയിട്ട് വീട് മൊത്തം പുകയായിരുന്നു. പുകഞ്ഞ് കണ്ണൊക്കെ നേറി നിൽക്കണം. അമ്മയാണ് വേഗം വീഡിയോ എടുത്തത്. അപ്പോൾ പാല് കാച്ചാനുള്ള ഇതാണ് കേട്ടോ. പാല് നന്നായിട്ട് കത്തണൊക്കെ ഉണ്ട് അടുപ്പ്. അങ്ങനെ സൗമ്യ പാല് കാച്ചാണ്. ഞങ്ങളത് നോക്കിയൊക്കെ പുകഞ്ഞിട്ട് ആരും വീട് മൊത്തം പുകയായിരുന്നു കേട്ടോ. പുകച്ച് പുറത്തേ അടിക്കാനെന്തി എല്ലാവരും പുകഞ്ഞിട്ട് നിൽക്കാൻ പറ്റാൻ ഗണപതി ഹോമത്തിൻ്റെ പുകയും ഇതും കൂടി ആയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വീടിൽ ഗണപതി ഹോമം നടത്തുമ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും പുക എത്തണം എന്നാണ് പറയാറ്. അങ്ങനെ പാലൊക്കെ കാച്ചിട്ടോ അടിപൊളിയായിട്ട് പാലൊക്കെ കാച്ചി തന്നു. അമ്മയും സൗമ്യയും കൂടി പാലൊക്കെ കാച്ചി റെഡിയാക്കി അതിലേക്ക് പൂജാരി കൊടുത്ത പുഷ്പങ്ങളോ ഒക്കെ ഇടുക അങ്ങനെയൊക്കെ ചെയ്തു. എല്ലാവർക്കും പാല് കാച്ചിൽ കാണാൻ വരുന്നുണ്ട്. ലച്ചൊക്കെ കണ്ണ് നീറിയിട്ട് നിൽക്കുകയാണ് പുകഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞു. ഗണപതി ഹോമത്തിൻ്റെ പുക കേട്ടോ കാര്യമായിട്ട് ഉണ്ടായിരുന്നു. ഇതുണ്ടോ ഗണപതി ഹോമം അവസാനിക്കാറായപ്പോഴേക്കും നമ്മൾ വീട് ഇങ്ങനെ മൊത്തത്തിൽ പുകയായിരുന്നു കേട്ടോ. ഇതുണ്ടോ പുകഞ്ഞ് വരുന്ന ഗണപതി ഹോമത്തിൻ്റെ. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ പുക എല്ലായിടത്തേക്ക് എത്തണം, വീടിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം, കരിയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗണപതി ഹോമം ഏകദേശം അവസാനിക്കാറായി. ഗണപതി ഹോമം അവസാനിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തൊഴുകാൻ വരാൻ പറയണം കേട്ടോ. മാമി അമ്മായി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:30 ആയിരുന്നു ഗണപതി. 5 മണി 5:30 ഒക്കെ ആകുമ്പോഴേക്കും ഗണപതി ഹോമം തുടങ്ങിയിരുന്നു. മാമി അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൗമ്യയുടെ അച്ഛനും അമ്മയും തലേദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഉണ്ണിയേട്ടൻ അവരൊക്കെ നേരത്തെ അവരും എത്തി രാവിലെ നേരത്തെ. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സൗമ്യയുടെ ബന്ധുക്കളും ഞങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാമന്മാരിൻ്റെ വീട്ടിലും അമ്മായിമാരുടെ വീട്ടിലും അങ്ങനെ കുറച്ച് നമ്മൾ അത്യാവശ്യം വേണ്ട ബന്ധുക്കളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും ഗണപതി ഹോമം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അരിയും പൂവൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു ഗണപതി ഹോമത്തിൻ്റെ അതിലേക്ക് അതിൻ്റെ 2 സൈഡിലും ഇരിക്കുന്ന വിളക്കുകളുണ്ട് അവിടേക്ക് അർപ്പിച്ചോളാൻ പറഞ്ഞായിരുന്നു ആൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ പ്രസാദം തന്നു. അപ്പോൾ കുറിയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറിയിടലൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് സാധനങ്ങൾ കയറ്റുന്ന അച്ഛനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നേരം വെളിച്ചായി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ വീട്ടിലേക്ക് കയറ്റേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ ഒരു കുടം വെള്ളവും പിന്നെന്താ നവധാന്യങ്ങളോ വളക്കും ഒക്കെ പിടിച്ചിട്ട് ആൾ കയറാൻ പറഞ്ഞു. അപ്പോൾ അതിന് വീടിൻ്റെ 4 പുറം ഇങ്ങനെ നടന്നത്. അപ്പോൾ അച്ഛൻ വളക്ക് കുടിച്ചിട്ടുണ്ട്, സൗമ്യ വെള്ളം എടുത്തിട്ടുണ്ട്, അമ്മ നവധാന്യങ്ങളോ പച്ചക്കറിയോ അങ്ങനെ എന്തൊക്കെ പ്ലേറ്റിൽ വെച്ചിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീടിനെ വലം വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ആവശ്യമില്ലാണ് ഞാനും ചേച്ചിയും പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അവർ വരാൻ പറഞ്ഞു, വായോ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും വീടിൻ്റെ 4 ഭാഗം പോയി. അങ്ങനെ വീട് വലം വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. അങ്ങനെ പ്രസാദം വിതരണം ചെയ്യാണ്. പ്രസന്ന ചേച്ചിയാണ്. ചേച്ചി എല്ലാവർക്കും പ്രസാദം കൊടുക്കണം കേട്ടോ. പായസം അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ. സൗമ്യ അമ്മുവാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സൗമ്യ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ തടയാണ്. അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾ ആരായാലും ഉണ്ടായിരുന്നു സ്വന്തം വീട് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്. പിന്നെ അങ്ങനെ ചായ പാല് കാച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു, പാലൊക്കെ കൊടുത്തു. ഞാൻ അതിന് പായസമൊക്കെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഗായ്സ് ഞങ്ങളൊക്കെ പുറപ്പെട്ട സുന്ദരികളായിരിക്കണം. അവർ സുന്ദരികൾ ഒരുക്കിക്കൊണ്ടിരിക്കണം. അവർ ഒരു സുന്ദരി ഒരുക്കിക്കൊണ്ടിരിക്കണം. എന്തൊരു നല്ല അടുക്കളയായിരുന്നു. ഇപ്പൊ കടത്താൻ നോക്ക്. ഫസ്റ്റ് നമ്മളെന്തുണ്ടാക്കി ഉപ്പുമാവ്. ഈ പാത്രങ്ങളൊക്കെ ഇതാണ് ഗൾഫ് മെയ്ഡ് ഇൻ മലേഷ്യ. കുറെ കാലം മുന്നേ ലച്ചുവിന്റെ അച്ഛൻ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഉപ്പുമാവ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവരൊക്കെ പഴമൊക്കെ കഴിക്കുകയാണ്.
നമ്മൾ ആദ്യക്കുട്ടി നല്ല സുന്ദരി കുട്ടിയായിരുന്നിട്ട് അവൾ ഉപ്പുമാവ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവും പഴമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഏട്ടനാണ് അടുത്തിരിക്കുന്നത്, വല്യമ്മയുടെ മകൻ. അപ്പോൾ അവൾ ചായ വെള്ളം അങ്ങനെ എന്തൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഞാനവിടെ വന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ജോലിക്ക് പോയി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. ഞാൻ അവളോട് ഇങ്ങനെ പറയണ വീഡിയോ ഒക്കെ എടുക്കണം, സദ്യയുടെയൊക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ വലിയ ഫംഗ്ഷനൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് അവിടെ അതൊക്കെ എടുക്കാൻ സമയം അവർ ഇങ്ങനെ കളിച്ചിരുന്നാണ്, ആ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അമ്മൂനോട് ഇങ്ങനെ കണ്ണൻ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെയാണ് കണ്ണൻ. അവൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് മോനൊക്കെ. പിന്നെ നമ്മളെ ലച്ചുക്കുട്ടി സുന്ദരി കുട്ടിയായിട്ട് ലച്ചു റെഡി ആയിട്ടുണ്ട്. ഇതാണ് ലച്ചു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ലച്ചുവിൻ്റെ ഒരു അടിപൊളി ഫംഗ്ഷൻ വരാണ്ട്. ഇത് അമ്മമ്മ, അമ്മമ്മ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. അമ്മമ്മ ഒരു ഹായ് പറയാം. ഹായ് പറയും വെറുതെ. ഇതൊക്കെ ഞാൻ കാണിക്കും, നാളെ ടി വിയിൽ കാണാം. ഹായ് അമ്മമ്മ ഹായ് പറയണം. അപ്പവും ആദവും ഉപ്പുമാവ് കഴിക്കലൊരു മത്സരമാക്കി എടുത്തിരിക്കുന്നു. ചായ വേണ്ടേ? ചായ വേണേ, ചായ എന്തും കൂടി കഴിച്ചാലാണ് തൊണ്ട. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ പഴയ വീട് പൊളിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാര്യമായിട്ട് വലിയ ഫംഗ്ഷൻ നടത്തിയിട്ടില്ല. അനിയനും ഏട്ടനൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ലച്ചുക്കുട്ടി വലിയ കുട്ടിയാവുന്നൊരു ഫംഗ്ഷനും ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ആദ്യക്കുട്ടിയുടെ ബർത്ത്ഡേ പടുത്തന്നെ 2 ദിവസത്തിനുള്ളിലുണ്ട്. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് അവിടേക്ക് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിടണം എന്തിനാ വെച്ചാൽ ഭാവിയിൽ നമ്മളെ മക്കൾക്ക് കാണാനും അതേപോലെ നമുക്കും ഓർമ്മകളായിട്ട് പഴയ വീഡിയോസൊക്കെ ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാൽ നമ്മൾ ആദ്യക്കുട്ടിയുടെ ബർത്ത്ഡേ വീഡിയോ ഉണ്ട്. അതുപോലെ ലച്ചുക്കുട്ടി വലിയ കുട്ടിയായിട്ട് ഋതുമതി ചടങ്ങിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.